മലപ്പുറം താനൂരിൽ 67കാരനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറിയമുണ്ടം തറയിൽ സ്വദേശി കുഞ്ഞിനാണ് മരിച്ചത്. മൂച്ചിക്കൽ റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ട ഉടനെ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് DRF വോളണ്ടിയർമാർ സ്ഥലത്തെത്തുകയും മൃതദേഹം റെയിൽവേ ട്രാക്കിൽ നിന്നും മാറ്റി. കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. തൃശൂർ മതിലകത്ത് യുവതി കുഴഞ്ഞു വീണ് മരിച്ചു. ശ്രീനാരായണപുരം ആല ഗോതുരത്തിലെ CPI ബ്രാഞ്ച് സെക്രട്ടറി മാന്തുരുത്തി മുഹമ്മദ് റാഫിയുടെ ഭാര്യ 42 വയസ്സുള്ള ഹസീനയാണ് മരിച്ചത്. മതിലകത്തെ സ്വന്തം വീട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് പോകും വഴി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കോഴിക്കോട് താമരശ്ശേരിയിൽ ബസും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റവരെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. തമിഴ്നാട് ധർമ്മപുരി ജില്ലയിലെ തോപ്പൂരിന് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർ മരിച്ചു. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തമനംപട്ടി സ്വദേശികളായ അരുണഗിരി, കലയരസി, മുനിയപ്പൻ, ദിനേശ് എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 4 പേരെ ധർമ്മപുരി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തോപ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ അപകടത്തിൽ 4 പേർക്ക് പരിക്ക്. ഒരാളുടെ കാൽ അറ്റുപോയി. ആന്ധ്രയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വളവ് തിരിയുന്നതിനിടെ ബസ് മറിയുകയായിരുന്നു. 49 പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. പരിക്കേറ്റവരെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉത്തർപ്രദേശിൽ ഡൽഹി ആഗ്ര എക്സ്പ്രസ് ഹൈവേയിൽ കനത്ത പുകമഞ്ഞിനിടെ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 4 മരണം. 25ഓളം പേർക്ക് പരിക്കേറ്റു. 7 ബസ്സുകളും 3 കാറുകളും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പുകമഞ്ഞ് കാരണം കാഴ്ച പരിധി കുറഞ്ഞതും തൊട്ടുമുന്നിൽ പോകുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്തതുമാണ് അപകടത്തിന് കാരണം. കൂട്ടിയിടിയെ തുടർന്ന് ചില വാഹനങ്ങൾക്ക് തീപിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരിൽ ആരുടെയും നില ഗുരുതരമല്ല.